ഫ്രണ്ട്സ്, അൽഅൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ആഗോലി പൊള്ളിച്ചതാണ്. ഒരു ചെറിയ മീഡിയം സൈസ് ആഗോലി മുഴുവനായിട്ടെടുത്ത് ഇത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച ആഗോലിയാണ്. 3 പീസ് ആഗോലിയാണ് എടുത്തത്. ഇത് നമുക്ക് പൊള്ളിക്കണം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ഒന്ന് ഒരു ചെറിയ മിക്സി ജാറിലിട്ടൊന്ന് ചെറിയ മീഡിയം സൈസ് ആയിട്ട് ചതച്ചെടുക്കണം. ആദ്യം നമുക്കത് ചതച്ചെടുക്കാം. ഇതാ ഞാൻ ഇവിടെ ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഞാൻ ചതച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ റെഡിയാക്കാം. ഈ മീനിനകത്ത് മിക്സ് ആക്കേണ്ട മസാലകൾ റെഡിയാക്കാം. ആദ്യം അതിന് പറ്റിയ മുളക് പൊടി 3 പീസ് ആഗോലിക്ക് കണക്കായ മുളക് പൊടിയാണ് എടുക്കേണ്ടത്. ഞാൻ ഒരു 4 ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കാം. ചെറിയ രീതിയിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം മീനിൻ്റെ ആദ്യം ഒന്ന് ഉപ്പും ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെക്കണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നന്നായി മിക്സ് ആക്കുക. ഇതിലോട്ട് ഫിഷ് മസാല, കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കുരുമുളക്, ചെറിയ ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ചെറിയൊരു ടീസ്പൂൺ ഫിഷ് മസാല ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിക്കണം. വെക്കാം. ഇനി മീനിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഈ മുളക് പൊടിയും ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിൽ അതൊക്കെ ചതച്ചതിൻ്റെ ഉപ്പ് കുറവാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒന്ന് നന്നായി മിക്സാക്കി വെക്കണം. ഒരു 3 ചെറിയ മീഡിയം സൈസ് ആഗോലി ആയതുകൊണ്ട് ഞാനൊരു ചെറിയ മുറി ചെറുനാരങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായി മിക്സാക്കി വെക്കുക. കുറച്ച് സമയം ഇങ്ങനെ നിൽക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഈ ബാറ്ററി ഇതിലോട്ട് മിക്സ് പുരട്ടി നമുക്ക് പൊളിച്ച് എടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് ഈ മസാലകളൊന്ന് നമുക്ക് ഇതിലോട്ട് വെച്ച് പിടിപ്പിക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നത്. സാധാരണ നെയ്യൊക്കെ പറന്നിട്ട് പാൻ്റെ അകത്ത് നിന്ന് പൊരിച്ചെടുക്കുന്നത് ഇലയിൽ എണ്ണ ഒഴിച്ച് തന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാം. ഈ ഇലയിൽ വെച്ചിട്ടാണ് ഞാൻ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. നമ്മുടെ ആഗോലി ഇതൊക്കെ മിക്സാക്കി ഒരു 5 മിനിറ്റോളം വെച്ചതാണിത്. നമുക്ക് ഈ ഇലയിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് തടവി കൊടുത്ത്
ഇങ്ങനെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്ത് പൊള്ളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 10-30 സെക്കൻഡ് ഓളം വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ. നന്നായി മൊരിഞ്ഞ് കിട്ടട്ടെ. ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ട് തന്നെ വരണം ഈ ഇലയിൽ വെച്ചിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഫിഷ് ഒരു പൊള്ളിച്ച രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് നമുക്ക് എന്തായി എന്ന് നോക്കാം. നല്ല വാസന വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതൊന്ന് ആയിനോ എന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചുകൂടെ മല്ലിയിലയും കറിവേപ്പില എല്ലാത്തിലും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഇത് മീനെ പൊള്ളിച്ചെടുക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്യാത്തവരെ ഇങ്ങനെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാ മീൻപത്തും ഇതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആദ്യമേ ചതച്ചിട്ട് മിക്സാക്കിയ ബാറ്ററാണ്. ഇതിലോട്ട് മിക്സാക്കിയതാണ് ഞാനിത് റെഡിയാക്കിയത്. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ആവോലി പൊള്ളിച്ചതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. താങ്ക് യു.